വിഷാദ രോഗത്തിനുള്ള ചികിത്സയുടെ ഭാഗമായി ഡോക്ടറെ കാണുകയും മരുന്നുകൾ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമാണ്. അമേരിക്കയിൽ മാത്രം കണക്കനുസരിച്ച് ഏകദേശം 20 ദശലക്ഷത്തോളം മുതിർന്നവർ വിഷാദ രോഗത്തിന്റെ കഠിനമായ വേദനയിലൂടെ കടന്നുപോകുന്നു. മരുന്നുകൾ ആശ്രയിക്കാതെ വിഷാദ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം നേടാൻ സാധിക്കുമോ? മാനസികാരോഗ്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വിഷാദ രോഗം ചികിത്സിക്കാനായി സ്വയം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹെഡ്സെറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അമേരിക്കയിലെ ഒരു കമ്പനി. ഉപകരണത്തിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം ലഭിച്ചു. 2026 പകുതിയോടെ ഇത് പുറത്തിറക്കും. ഫ്ലോ ന്യൂറോ സയൻസ് എന്ന സ്ഥാപനം രൂപകൽപ്പന ചെയ്ത ഈ FL100 ഉപകരണം ഹെഡ്സെറ്റിന്റെ ആകൃതിയിലുള്ളതാണ്. ദീർഘകാല ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ തടയാൻ ഈ ഉപകരണം സഹായിക്കും. ഹെഡ്സെറ്റിന്റെ നെറ്റിയിൽ ഘടിപ്പിക്കുന്ന പാഡുകൾ വൈദ്യുതോർജ്ജം തലയിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. മെഡിക്കൽ ഇക്കണോമിക്സ് പ്രകാരം മിതമായതോ കഠിനമായ വിഷാദ രോഗമുള്ള രോഗികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ചികിത്സയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഹെഡ്സെറ്റ് തലച്ചോറിന്റെ ഡോർസോളാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തേക്ക് ഒരു നേരിയ വൈദ്യുതി പ്രവാഹം നൽകുന്നു. ഇത് മാനസികാവസ്ഥയും സമ്മർദ്ദത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. 18 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരിലെ മിതമായത് മുതൽ കഠിനമായ വിഷാദ രോഗം വരെ പ്രതിരോധിക്കാൻ ഈ ഉപകരണം കൊണ്ട് കഴിയും. 174 പേരിൽ നടത്തിയ ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് FDA അംഗീകാരം നൽകിയത്. ഈ പരീക്ഷണങ്ങളിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച രോഗികൾക്ക് ഉപയോഗിക്കാത്ത നിയന്ത്രണ ഗ്രൂപ്പിലെ രോഗികളെക്കാൾ വിഷാദ രോഗ ലക്ഷണങ്ങളിൽ നിന്ന് ഗണ്യമായ ആശ്വാസം ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2024 നേച്ചർ മെഡിസിൻ പ്രസിദ്ധീകരിച്ച ആ പരീക്ഷണത്തിന്റെ ഫലം വിഷാദ രോഗത്തിൽ കുറവുണ്ടാക്കിയതായി റിപ്പോർട്ട് ചെയ്തു. വൈദ്യുത ഉത്തേജനം ലഭിച്ച രോഗികളിൽ ഏകദേശം 58% പേരും രോഗമുക്തി നേടി.